ഇപ്പൊ ഞാൻ സാന്ദർഭികമായിട്ട് പറയും, ഇപ്പോൾ ഞങ്ങൾ ദാവോസിൽ പോയല്ലോ, ഇപ്പോൾ ബിജു ജേക്കബ് സിന്ധേറ്റ് ഞാനും ഇവിടുന്ന് ഞങ്ങൾ അവിടെ പോയിട്ട് MOU ഒപ്പുവെച്ചെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഏറിന്ന് താഴേക്ക് ഇരുന്നു. ഇത് അപ്പുറത്തിരിക്കുന്ന ഫട്നാവിസും ഇപ്പുറത്തിരിക്കുന്ന ചന്ദ്രശേഖരും അവിടെ പോയി MOU ഒപ്പുവെച്ചു എന്നുള്ളത് 1-ാം പേജ് വാർത്തയായിരുന്നു ബോംബെയിൽ. 1 കിലോമീറ്റർ ദൂരമുള്ളൂ. ഫട്നാവിസ് ഇരിക്കുന്നിടത്തും ചന്ദ്രശേഖർ ഇരിക്കുന്നിടത്തും. പിന്നെ ആ കൂട്ടത്തിൽ ഞാൻ പറയും, ഞങ്ങൾ പോയപ്പോൾ ഇവർ 10 കോടിയായിട്ട് പോയതാണ് വിദേശത്തേക്ക്. അതിൽ 7 കോടിയോളം ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കൊടുത്തു സ്റ്റോള്. നമ്മുടെ ചെറിയ സ്റ്റോളാണ്. ഞാനും അനീഷും ഒരു വീട്ടിലാണ്, ഇവർ വേറെ വീട്ടിലാണ്. വീട് വാടകയ്ക്ക് എടുത്തിട്ടാണ്. ചന്ദ്രബാബു നായിഡുന്റെ 100 അംഗ ടീമാ, 26 പേര് ആദ്യം വന്നു. നമ്മുടെ 3 ഇരട്ടിയുള്ളൊരു ഇതാണ് അവര് ഗവൺമെന്റിൽ നിന്ന് എടുത്തേക്ക്. ഒരു ഹോട്ടലിന്റെ 2 നില, ഒരു കൺവെൻഷൻ സെന്ററും മിനി, ഇതാണ് അവര്. അപ്പൊ നിങ്ങൾ ആലോചിച്ചോളണം. പിന്നെ വിശാഖപട്ടണം മാരിയറ്റിന്റെ കിച്ചണും ഉണ്ട് അവിടെ. ഞങ്ങൾ അതിൽ നിന്നാണ് 2 ഇഡ്ഡലിയും പൊങ്കലും കഴിച്ചു കൂടിയത്. അവരെല്ലാവർക്കും തരും, കാരണം ഇന്ത്യയുടെ അതായിരുന്നു അല്ലേ. വിശാഖപട്ടണം മാരിയറ്റ് അല്ലേ. തമിഴ്നാട് ഇതുപോലെ നേരത്തെ അവരുടെയും സ്റ്റോൾ വലുതാ. നമ്മളാകെ ഞാൻ ഫിനാൻസ് സെക്രട്ടറി, ചീഫ് സെക്രട്ടറി, ഫിനാൻസ് സെക്രട്ടറി, ഇൻഡസ്ട്രിയൽ സെക്രട്ടറി, MD KSIDC, പിന്നെ KSIDC ഇത് കോർഡിനേറ്റ് ചെയ്യാൻ. അതാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്. ഞങ്ങൾ ചെന്നിറങ്ങുന്നത് രാവിലെ 8 മണിക്കാണ്. അവിടെ എത്തുമ്പോൾ 10:30, 11. ഉച്ചയ്ക്ക് 1 മണിക്ക് ആദ്യത്തെ മീറ്റിംഗ് തുടങ്ങി. 3 ദിവസം കൊണ്ട് 70 മീറ്റിംഗ്. അതിനിടയിൽ ദാവോസിന്റെ ഇടയ്ക്ക് ഈ കൺവെൻഷൻ നടക്കുന്നിടത്ത് ഇടയ്ക്ക് അവിടെ പോയിട്ട് നമുക്കിപ്പോൾ ലോക സമ്പദ്ഘടന മാറുന്നതിനെ കുറിച്ച് നമ്മളവിടെ പോയി പ്രസംഗിക്കാനൊന്നും അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. ഈ മീറ്റിംഗ് പോയിരുന്നിട്ട് അത്യാവശ്യം ഇന്ത്യയുടെ സെഷനിലൊക്കെ ഒന്ന് പങ്കെടുക്കുക. പ്രധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും കാണുന്ന സിംഗിൾ പോയിന്റ് ആണ്. ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ടാറ്റയുടെ ചന്ദ്രശേഖരനെ കാണാൻ സമയമെടുത്ത് ആ ചെല്ലുന്ന ദിവസം ചിലപ്പോൾ അവിടെ ബോംബെ തന്നെ വേറൊരാളുടെ സമയം നമുക്ക് കിട്ടിയെന്ന് വരില്ല. അവരുടെ സമയം കിട്ടുമ്പോൾ നമുക്ക് സമയം ഉണ്ടായെന്ന് വരില്ല. ഇത് അവിടെ പോയാൽ ഒറ്റ പോയിന്റ് എല്ലാവരെയും കാണാം. ഞങ്ങൾ 70 മീറ്റിങ്ങിലായിരുന്നു. ഞങ്ങളുടെ ചെറിയ എൻ്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. ഇവരുടെ 3 പേരുണ്ട്, പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഒരു സെഷൻ, പുറത്തുള്ള ചീഫ് സെക്രട്ടറിയുടെ ഒന്നുണ്ടായിരുന്നു. ഇത് കൂടാതെ എല്ലാം 1-to-1 മീറ്റിങ്ങുകളാണ്. അപ്പൊ അത് ആണ് നമ്മളാകെ, ഇതാണ് നമ്മുടെ ഒരു രീതി എന്നുള്ളത്. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് രാവിലെ തുടങ്ങിയാൽ, അപ്പോൾ ചെന്നന്ന് 1 മണിക്ക് തുടങ്ങി, -12 ജെറ്റ് ലാഗ് കണ്ട് ഞങ്ങൾ തുടങ്ങി. രാത്രി 10 വരെ പോയി. പിറ്റേ ദിവസം 9:30 തുടങ്ങി, രാത്രി 10 വരെ പോയി. പിറ്റേ ദിവസം തുടങ്ങി, പിന്നെ ഉച്ചയ്ക്ക് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ആകെ പുറത്ത് ഞങ്ങൾ പറയായിരുന്നു, ആകെ ഒരു ഷോപ്പിൽ കയറിയെന്ന് പറഞ്ഞാൽ കയറിയത് പെട്രോൾ പമ്പിൽ നിന്ന് രാത്രി തിരിച്ചു വരുമ്പോൾ ബ്രെഡും പഴവും വാങ്ങിക്കാൻ കയറിയത്. അത്രയും ടൈറ്റ് ഷെഡ്യൂളായിരുന്നു, പക്ഷെ വളരെ കൺസ്ട്രക്റ്റീവ് ആയിരുന്നു. ആകെ പിന്നെ രാത്രി ഇവർ ഭക്ഷണം തരാത്തതുകൊണ്ട് ഏതെങ്കിലും തുറന്നിരിക്കുന്ന കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. പക്ഷെ നമ്മുടെ ഇപ്പൊ ഞാൻ നോക്കിയിട്ട് അന്നിട്ടും വാർത്ത വരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ചിലർ വാർത്തയൊന്നും ഞാൻ ഒരു വഴിയുണ്ട്. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ബീർ കമ്പനിയുടെ ആൾ വന്നു, അവർ വരുന്നുണ്ട് പറഞ്ഞു. ഇവിടെ ഞാൻ ഫേസ്ബുക്കിലിട്ടു, നാളെ നോക്കിക്കോ നമ്മൾ ദാവോസിലുണ്ടെന്ന് എല്ലാവരും അറിയും. കറക്റ്റ് ആയിരുന്നു. ബീർ കമ്പനിയെ കേരളത്തിലേക്ക് ക്ഷണിച്ച് രാജീവ്. ഞാൻ തലക്കെട്ടവരോട് പറഞ്ഞു കൊടുത്തു. അപ്പൊ കറക്റ്റ് ഇവർ നമ്മുടെ സെക്രട്ടറിമാരിക്കും പറഞ്ഞു, നാളെ നോക്കിക്കോ കേരളത്തിൽ മദ്യമൊടുക്കാൻ ദാവോസിൽ എന്ന് പറഞ്ഞു ബിയർ കമ്പനി ക്ഷണിച്ചത്. കറക്റ്റ് ആയിരുന്നു. പിറ്റേ ദിവസം വന്നു. അപ്പൊ അവരും വരുന്നുണ്ട്. എന്നോട് ചിലർ ചോദിച്ചു, ഇപ്പൊ ടെൻഡർ വിളിച്ചോ ആണോ തുടങ്ങിയെന്ന് ചോദിച്ചല്ലോ. ലോകത്ത് ആരെങ്കിലും ചോദിക്കും വ്യവസായം തുടങ്ങാൻ ടെൻഡർ, അതുപോലും കേരളത്തിൽ വാർത്തയായിട്ട് വരികയാണ് ചെയ്യുന്നത്. പോട്ടെ. അപ്പോ ഇതെല്ലാം നമ്മുടെ റോഡ് ഷോ ആയിരുന്നു.